ബഹുമാനപ്പെട്ട ശിവദാസൻ സൂചിപ്പിക്കുന്നത് കേരളത്തിന് മാത്രമായ ഒരു GST നിയമമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ സാധിക്കുമോ എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട ലക്ഷ്മി അതിന് ഉത്തരം പറയണം. അങ്ങനെ ഒരു GST നിയമം കേരളത്തിന് മാത്രമായിട്ടുണ്ടോ? GST കൗൺസിലിൽ ആരാ ഉള്ളത്? ബഹുമാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, പ്രധാനമന്ത്രി അടക്കമുള്ള GST കൗൺസിലിൽ ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കണമെങ്കിൽ ഏകകണ്ഠമായി മാത്രമേ ആ തീരുമാനമെടുക്കാൻ കഴിയൂ. അംഗങ്ങൾ എതിർത്താൽ ആ തീരുമാനമെടുക്കാൻ കഴിയും. അത് ഡിഫർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് പൊതുവായി നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ GST തീരുമാനിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല കേന്ദ്രത്തിൻ്റെയും. അദ്ദേഹം ഒരു വാചകം പറഞ്ഞത്, എല്ലാ GST എമൗണ്ടും കേന്ദ്രം കട്ടുകൊണ്ടുപോവാണെന്നാണ്, കേരളത്തിൻ്റെ അടക്കം. അങ്ങേപ്പോലുള്ളൊരു ബഹുമാനപ്പെട്ട MP ഈ തരത്തിൽ പറയാമോ? ഒരു സംസ്ഥാനത്തിന് മാത്രമായി, ഒരു സംസ്ഥാനത്തു നിന്ന് മാത്രമായി GST വിഹിതം കേന്ദ്രത്തിന് എടുത്തുകൊണ്ട് പോകാൻ കഴിയുമോ? കേന്ദ്രത്തിന് GST വിഹിതം കിട്ടാനുണ്ട് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് എന്ന് പറഞ്ഞ് നിരന്തരമായി പ്രചരണം നടത്തി നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയി, കേരള ഹൈക്കോടതിയിൽ പോയി. എന്തായിരുന്നു കോടതിയിൽ കൊടുത്ത കേസുകൾക്ക് ഉത്തരം എന്തായിരുന്നു? കടമെടുക്കാൻ അനുവദിച്ചു സംസ്ഥാനത്തെ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് GST പണം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി വന്നപ്പോൾ കണക്കുകൾ നിരത്തി ഞങ്ങൾക്ക് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ അതിൽ കിട്ടാനുള്ള പണം എത്രയാണ്, അവരെ പറ്റി ഞാൻ പറയട്ടെ, കിട്ടാനുള്ള പണം എത്രയാണെന്ന് പറഞ്ഞു. 732 കോടി രൂപ ആകെ കിട്ടാനുണ്ടായിരുന്നു. നിർമ്മലാ സീതാരാമൻ ഡൽഹിയിലെത്തി 24 മണിക്കൂറിനകം അത് സംസ്ഥാനത്തേക്ക് കിട്ടി. ആകെ കിട്ടാൻ ഇനി ഏത് പണമാണ് ബഹുമാനപ്പെട്ട ശിവദാസൻ കേരളത്തിന് കിട്ടാനുള്ളത്? അങ്ങ് പറയൂ. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് കിട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന് കിട്ടാൻ അർഹതയുണ്ട് അല്ലെങ്കിൽ കിട്ടേണ്ടതാണ് എന്ന് പറയുന്ന പണം എവിടെ നിന്നാണ്? 25 കൊല്ലം മുൻപുള്ള 2010-ലെ 10ാം ധനകാര്യ കമ്മീഷൻ്റെ എന്ന് പറഞ്ഞാൽ 25 കൊല്ലം മുൻപുള്ള 10ാം ധനകാര്യ കമ്മീഷൻ്റെ കണക്കുകൾ വെച്ചുകൊണ്ട് 11ഉം 12ഉം 13ഉം 14ഉം ധനകാര്യ കമ്മീഷനുകൾ കടന്നുപോയതിനു ശേഷം നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് കേരളത്തിന് ഇനി കേരളത്തിന് കേന്ദ്ര വിഹിതത്തിലെ കുറവും അത് ദുരന്ത സഹായമാണെങ്കിൽ പോലും അതിലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവുള്ള കണക്കുകൾ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്.